എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യാത്ര മലപ്പുറം ജില്ലയിലെ തിരൂര് തുഞ്ചൻപറമ്പിലേക്കാണ്. മോനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ വിജയദശമി ദിനത്തിൽ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലത്തേക്ക് എത്താൻ സാധിച്ചതിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വിദ്യാരംഭമായ കാരണം നല്ല തിരക്കാണ് ഇവിടെ. പിന്നെ ഇവിടെ എഴുത്തിനിരിക്കാനായിട്ടൊരു ചെറിയ രജിസ്ട്രേഷൻ ഫീ വന്നിട്ടുണ്ടായിരുന്നു. 250 രൂപയായിരുന്നു. 2 മണ്ഡപത്തിലാണ് എഴുത്തിനിരുത്തൽ നടന്നത്, സരസ്വതി മണ്ഡപവും കൃഷ്ണശില മണ്ഡപവും. പിന്നെ അതുപോലെ തന്നെ വിദ്യാരംഭത്തിന് എത്തുന്ന എല്ലാ കുട്ടികൾക്കും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ഒരു അക്ഷരമാല പുസ്തകവും സർട്ടിഫിക്കറ്റും അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സരസ്വതി മണ്ഡപത്തിലാണ് നമ്മൾ എഴുത്തിനിരുന്നത്. ഇവിടെ വിജയദശമിക്ക് പുറമെ എല്ലാ ദിവസവും കുട്ടികളെ എഴുത്തിനിരുത്തുന്നുണ്ട്. രാവിലെ 9:30 മുതൽ 5:30 വരെയാണ് ഇതിനുള്ള സമയം. പിന്നെ ഇവിടുത്തെ പ്രത്യേകതകളിൽ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ കാഞ്ഞിരമരമാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ നമുക്കിവിടെ വരുന്നവർക്കും ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഹരിശ്രീ എഴുതാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ അന്നത്തെ എഴുത്തോലൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. തുഞ്ചൻ സ്മാരക മണ്ഡപം, എഴുത്തുകളരി, ചെറിയ ചെറിയ കോട്ടേജുകൾ, ശില്പമന്ദിരം, ഗവേഷണ കേന്ദ്രം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ളത് ഇവിടുത്തെ സാഹിത്യ മ്യൂസിയം തന്നെയാണ്. അതായത് മലയാള ഭാഷയുടെ പരിണാമം ചിത്രീകരിക്കുന്നൊരു മ്യൂസിയം തന്നെയാണിത്. അതിന് നമുക്കൊരു മുതിർന്നവർക്ക് 20 രൂപയും ചെറിയ കുട്ടികൾക്ക് 10 രൂപയുമായിട്ടുള്ളൊരു ചെറിയൊരു ഫീ ആണ് നമ്മുടെ അടുത്ത് നിന്ന് മേടിച്ചത്. പിന്നെ ഇവിടുത്തെ ഒരു ചെറിയൊരു ബുക്ക് സ്റ്റാളിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു കുഞ്ഞു ബുക്കൊക്കെ വാങ്ങിയിട്ട്, നല്ല തിരക്കായ കാരണം നമ്മൾ അധികം നേരം നിന്നില്ല, വേഗം തിരിച്ചു പോന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയണേ. ഒരിക്കൽ കൂടി സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.